കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പിയും സെയിം തിങ് ആണോ? നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ തെറാപ്പി എടുത്തു എന്നാണോ? നോ. ദ ആൻസർ ഈസ് നോ. ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള കറണ്ടിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള, അതായത് ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന, തൽക്കാലത്തേക്ക് ഒരു ഷോർട്ട് ടേം ആയിട്ട് എടുക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയാം. തെറാപ്പി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ടുള്ള നിങ്ങൾ അണ്ടർലൈങ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. ഒരു ബേസിക് ആയിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പിൽ നിന്ന് അയാൾക്കൊരു ഒരു പരിഹാരം വേണം, അല്ലെങ്കിൽ ഇതിന് അയാൾക്ക് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുകയാണ്, ഭയങ്കര ലോ ആയിട്ടുള്ള മൂഡാണ്, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഴയ ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടി വരിക ഒരു കൗൺസിലിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോട്ടീസ് ചെയ്യാണ്, ഈ രാഹുലിന് ഒരു ലോങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ആൾക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻസ് ആണുള്ളത്, അല്ലെങ്കിൽ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രോമയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ എപ്പോഴും അട്രാക്ട് ചെയ്യുന്നത് ടോക്സിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയാണ്. റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള പാറ്റേൺ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൗൺസിലിങ്ങിനെക്കാളും ചൂസ് ചെയ്യേണ്ടത് സൈക്കോ തെറാപ്പിയാണ്. അത് അയാളല്ല ചൂസ് ചെയ്യേണ്ടത്, തെറാപ്പിസ്റ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ അണ്ടർലൈങ് ആയിട്ടുള്ള പാറ്റേൺ ഒക്കെയാണ് കാണുന്നതെങ്കിൽ മിക്കവാറും നിങ്ങൾ അണ്ടർഗോ ചെയ്യുന്നത് തെറാപ്പി ആയിരിക്കും. അപ്പോൾ ഒന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊരു 2, 3, 4 സെഷൻ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എനിക്ക് തോന്നുന്നില്ല ഒരു സൈക്കോളജിസ്റ്റ് അങ്ങനെ പറയുന്നുള്ളത്. ബട്ട് തെറാപ്പി ഓൾവേസ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു കാര്യമാണ് സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. യു ഹാവ് ടു കമ്മിറ്റ് ടു ഇറ്റ്. അതായത് തെറാപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ക്ലയൻറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്ന പോലെ തന്നെയാണ്. അതായത് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സെഷൻസ് നീഡഡ് ആയിട്ടുണ്ടാവും, തരുന്ന വർക്കുകളൊക്കെ പ്രോപ്പർലി ചെയ്യേണ്ടി വരും. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതിനെയാണ് നമ്മൾ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ പാറ്റേൺ നമ്മൾ ഇങ്ങനെ റൂട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാറ്റേൺ ഇയാൾ ഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക സൈക്കോ തെറാപ്പിയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ മോട്ടിവേഷൻ തരുന്നതും നിങ്ങൾക്ക് കുറച്ച് ഗൈഡൻസ് തരുന്നതും സൈക്കോ തെറാപ്പി അല്ല. മേ ബി അത് അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം, സൈക്കോ തെറാപ്പിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കൗൺസിലിങ്ങിനെ എടുക്കാം. പക്ഷേ കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പിയും രണ്ടും ഒന്നല്ല. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർലൈങ് ആയിട്ടുള്ള ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള പാറ്റേൺസിനെ ക്യൂർ ചെയ്ത് തെറാപ്പീസ് യൂസ് ചെയ്ത് ക്യൂർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. അതൊരു കൗൺസിലിംഗ് ആയിട്ട് നിങ്ങൾ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം അല്ല.